ഇന്ത്യയുടെ നാഗ് മാർക്ക് 2 ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ പരീക്ഷണം വിജയകരം. രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണിത്. 3 ഫീൽഡ് ട്രയലുകളാണ് ഇതിനോടകം വിജയകരമായി പൂർത്തീകരിച്ചത്. 3 ട്രയലുകളിലും മിസൈൽ ലക്ഷ്യം ഭേദിച്ചതായി DRDO അധികൃതർ വ്യക്തമാക്കി. ഇതോടെ മിസൈൽ സംവിധാനം ഉടൻ സൈന്യത്തിന്റെ ഭാഗമാകും. DRDOയാണ് മിസൈൽ വികസിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ മിസൈലാണിത്. പൊക്രാൻ ഫീൽഡ് റേഞ്ചിൽ കരസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം. ഇതുവരെ 3 ഫീൽഡ് പരീക്ഷണങ്ങളാണ് നടന്നത്. മിസൈലിന്റെ പ്രഹരശേഷി ഇതോടെ തെളിഞ്ഞതിനാൽ ഉടൻ സേനയുടെ ഭാഗമാക്കും. മിസൈൽ പരീക്ഷണം വിജയിച്ചതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെയും സൈന്യത്തെയും അഭിനന്ദിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം 3ാം വട്ടവും മാറ്റിവെച്ചത്. ഉപഗ്രഹങ്ങളുടെ ഡോക്കിങ്ങിനായി ഇന്നും നാളെയും ഇനി ശ്രമം ISRO നടത്തില്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്നാണ് ISROയുടെ ഏറ്റവും പുതിയ അറിയിപ്പ്. പരസ്പരം 3 മീറ്റർ അടുത്ത് വരെ ഉപഗ്രഹങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഡോക്കിങ്ങിലേക്ക് കടക്കാനായില്ല. ശ്രമം തൽക്കാലം ഉപേക്ഷിച്ച ISRO ഉപഗ്രഹങ്ങളെ സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി. ഇതൊരു ട്രയൽ ആയിരുന്നുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. 15 മീറ്റർ അടുത്ത് വരെ ഉപഗ്രഹങ്ങളെ എത്തിച്ച ശേഷം ഉപഗ്രഹങ്ങൾ പരസ്പരം ചിത്രമെടുക്കുക വരെ ചെയ്തിരുന്നു. ഇത് 3ാം തവണയാണ് സ്പേഡെക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ISRO മാറ്റിവെക്കുന്നത്. 2 വട്ടം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തീയതി മാറ്റിയതിനാൽ ഇത്തവണ തത്സമയ സംപ്രേഷണമടക്കം ഒഴിവാക്കിയായിരുന്നു ശ്രമം. ഡോക്കിംഗ് നടന്നില്ലെങ്കിലും ഉപഗ്രഹങ്ങൾ സുരക്ഷിതവും പൂർണ്ണമായും ISROയുടെ നിയന്ത്രണത്തിലുമാണ്.